സാൾസ് രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചൈനയിലെ ഹോങ്കോങ്ങിലാണ്. സാൾസുമായിട്ട് ബന്ധപ്പെട്ട കൊറോണ വൈറസ് മൂലമുണ്ടാകുന്ന വൈറൽ ശ്വാസകോശ രോഗമാണിത് കേട്ടോ. സാൾസുമായിട്ട് ബന്ധപ്പെട്ട കൊറോണ വൈറസ് മൂലമുണ്ടാകുന്ന വൈറൽ ശ്വാസകോശ രോഗമാണിത്. ഓക്കെ. ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് 2003 ഫെബ്രുവരി അവസാനം ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട് മറ്റ് 4 രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തപ്പോഴാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് 2003 ഫെബ്രുവരിയിൽ അവസാനം ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടു. എന്നിട്ട് മറ്റു 4 രാജ്യങ്ങളിലേക്കും കൂടെ വ്യാപിച്ചു. അങ്ങനെ ചെയ്തപ്പോഴത്തേക്കുമാണ് ഇതിനെ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത്. സാൾസ് വായുവിലൂടെ പകരുന്ന ഒരു വൈറസാണ്. സാൾസ് എന്ന് പറയുന്നത് വായുവിലൂടെ പകരുന്ന ഒരു വൈറസാണ്. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ സാൾസ് വരെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ്? ജലദോഷമാണ് കേട്ടോ. കോമൺ കോൾഡ് ആണ്. ജലദോഷത്തിനെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. റൈനോ വൈറസ് എന്ന ഇനം വൈറസുകളാണ് ഈ പറയുന്ന ജലദോഷത്തിന് കാരണമാകുന്നത്. അപ്പൊ എന്താണ് കാരണമാകുന്നത്? റൈനോ വൈറസ് എന്ന ഇനം ഒരു വൈറസുകളാണ് ജലദോഷത്തിന് കാരണമാകുന്നത്. പാരാ ഇൻഫ്ലുവൻസ വൈറസുകൾ, അഡിനോ വൈറസുകൾ എന്നിവയും ഇതിന് കാരണമാകാറുണ്ട്. അപ്പൊ എന്താണ്? പാരാ ഇൻഫ്ലുവൻസ വൈറസുകൾ, അഡിനോ വൈറസുകൾ എന്നിവയും ഇതിന് കാരണമാകാറുണ്ട്. എന്തിന് കാരണമാകാറുണ്ട്? ജലദോഷത്തിന് കാരണമാകാറുണ്ട്. ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും രോഗാണുവിനെതിരെ രോഗപ്രതിരോധ വ്യവസ്ഥയുടെ പ്രതികരണം മൂലമാണ്. രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും രോഗാണുവിനെതിരെ രോഗപ്രതിരോധ വ്യവസ്ഥയുടെ പ്രതികരണം മൂലമാണ്. രോഗകാരികളായിട്ടുള്ള വൈറസുകൾ മൂക്കിലും ശ്വാസനാളിയിലുമാണ് സ്ഥാനമുറപ്പിക്കുന്നത്. അപ്പൊ എവിടെയാണ് സ്ഥാനമുറപ്പിക്കുന്നത്? രോഗകാരികളായിട്ടുള്ള വൈറസുകൾ മൂക്കിലും ശ്വാസനാളിയിലുമാണ് സ്ഥാനമുറപ്പിക്കുന്നത് ജലദോഷത്തിന്റെ കാര്യത്തിൽ. ഈ വൈറസുകളെ ശരീരം കീഴ്പ്പെടുത്തുന്നത് 5 മുതൽ 15 ദിവസം വരെയാണ് കേട്ടോ. അപ്പൊ എന്താണ്? ഈ വൈറസുകളെ ശരീരം കീഴ്പ്പെടുത്തുന്നത് 5 മുതൽ 15 ദിവസം വരെ എടുത്താണ് നമ്മുടെ ശരീരം ഈ പറയുന്ന വൈറസുകളെ കീഴ്പ്പെടുത്തുന്നത്. ഓക്കെ. അടുത്തതാണ് നമ്മൾ എബോള വൈറസിലേക്ക് കടക്കുവാണ്. എബോള വൈറസ് രോഗം മനുഷ്യരിൽ അപൂർവമായിട്ട് ബാധിക്കുന്ന ഒരു മാരക രോഗമാണ് കേട്ടോ. എബോള എന്ന് പറയുന്നത് ഒരു മാരക രോഗമാണ്. അത് വളരെ അപൂർവമായിട്ടാണ് മനുഷ്യരിൽ അത് ബാധിക്കുന്നത്. ഓക്കെ. രോഗപകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? രോഗബാധിതരായിട്ടുള്ള മൃഗങ്ങളുടെ മാംസം നന്നായിട്ട് പാകം ചെയ്യാതെ കഴിക്കുകയോ അവയുടെ ശരീരസ്രവങ്ങളിൽ നിന്നോ രോഗം പിടിപെടാം കേട്ടോ. അപ്പൊ എങ്ങനെയാണ്? രോഗബാധിതരായിട്ടുള്ള മൃഗങ്ങളുടെ മാംസം നന്നായിട്ട് പാകം ചെയ്യാതെ കഴിക്കുകയോ അവയുടെ ശരീരസ്രവങ്ങളിൽ നിന്നോ രോഗം പിടിപെടാം. രോഗബാധിതനായിട്ടുള്ള വ്യക്തിയുടെ ശരീരസ്രവങ്ങളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗം പകരാം. രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, തലവേദന ഉണ്ടാവും എന്നിവയൊക്കെയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. എബോള ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടത് ദക്ഷിണ സുഡാനിലും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലുമാണ്. അപ്പൊ ദക്ഷിണ സുഡാനിലും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലുമാണ് എബോള ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടത്. എബോള നദിക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിലാണ് രണ്ടാമതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേട്ടോ. അപ്പൊ എബോള നദിക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിലാണ് അതിന് രണ്ടാമതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിൽ നിന്നാണ് രോഗത്തിന് ഈ പറയുന്ന പേര് ലഭിക്കുന്നത്. ഓക്കെ. അടുത്തത് ഫൈലോവൈറിഡ എന്ന വൈറസ് കുടുംബത്തിൽപ്പെട്ട 3 ജനുസുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഫൈലോവൈറിഡെ എന്ന വൈറസ് കുടുംബത്തിൽപ്പെട്ട 3 ജനുസുകൾ ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. ക്യൂവ വൈറസ്, മാർബർഗ് വൈറസ്, എബോള വൈറസ്. ക്യൂവ വൈറസ്, മാർബർഗ് വൈറസ്, എബോള വൈറസ്. ഓക്കെ. ടെറോപോർഡിഡെ കുടുംബത്തിലെ പഴംതീനി വവ്വാലുകൾ സ്വാഭാവിക എബോള വൈറസ് ഹോസ്റ്റുകളാണ്. അപ്പൊ എന്താണ്? ടെറോപോർഡിഡെ കുടുംബത്തിലെ പഴംതീനി വവ്വാലുകൾ ആരാണ്? പഴംതീനി വവ്വാലുകള് സ്വാഭാവികമായിട്ടുള്ള എബോള വൈറസിന്റെ ഹോസ്റ്റുകളാണ്. ഒരാൾക്ക് രോഗം പിടിപെട്ട് 2 മുതൽ 21 ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. 2 മുതൽ 21 ദിവസത്തിനുള്ളിലാണ് ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. RT-PCR ടെസ്റ്റും സിറം ന്യൂട്രലൈസേഷൻ ടെസ്റ്റ്, എലീസ ടെസ്റ്റ് എന്നിവ വഴി രോഗം സ്ഥിരീകരിക്കാം കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? RT-PCR ടെസ്റ്റ്, അതുപോലെ തന്നെ സിറം ന്യൂട്രലൈസേഷൻ ടെസ്റ്റ്, എലീസ ടെസ്റ്റ് എന്നിവ വഴി രോഗം സ്ഥിരീകരിക്കാം. ഓക്കെ. എന്തിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എബോള വൈറസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ. അടുത്തത് ഫംഗസ് രോഗങ്ങളാണ്. ഫംഗസ് രോഗങ്ങളെ കുറിച്ചിട്ട് നമുക്ക് അടുത്തൊരു ലൈവിൽ പറയാം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഞാനിത് നിർത്തുക കേട്ടോ.